നമ്മളിത് മുരിങ്ങയില പറിക്കാൻ പോവാണ് കേട്ടോ. അത് ടെറസിൻ്റെ മേളിലാണ്. അത് മരം മേളിലായതുകൊണ്ടല്ല, മരം പൊങ്ങി ഒരുപാടങ്ങ് പൊങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ടെറസിൻ്റെ മേളിലായി പോയി. ടെറസിൻ്റെ മേളിൽ കയറിയാൽ നമ്മൾക്ക് പെട്ടെന്ന് പറിക്കാൻ പറ്റുമല്ലോ. ഇത് 2 മുരിങ്ങയുണ്ട്. ഒരെണ്ണം ദേ ഇത് കാണുന്നില്ലേ. ഇനി ഇത് അതിനേക്കാൾ ഇല കൂടുതലുള്ള ഇതിലായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പറിക്കാം. കാണാൻ പറ്റുന്നില്ലേ? ഇതാണ്. മുരിങ്ങയൊന്നും ഉണ്ടാകുന്നില്ല, മുരിങ്ങയ്ക്കൊന്നുമില്ല. എന്താ കാര്യമില്ല, മുരിങ്ങ ഇലയുണ്ടല്ലോ, കറി വെക്കാം. അപ്പോൾ നമ്മളിന്ന് ചക്കക്കുരുവും മുരിങ്ങയിലയും കൂടി നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള, ഇപ്പോൾ കുറച്ച് മതി നമുക്ക്. ശരി, പോവാം. നമുക്ക് ഒരു മുരിങ്ങയിലക്കറി വെക്കാം. ചക്കക്കുരുവൊക്കെ ഇട്ട് ഒരു തോരൻ വെക്കാമല്ലേ. ഇതേ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയെന്ന് ഇല പറിച്ചിട്ട് ദേ വച്ചേക്കുന്നു, കഴുകി വെച്ചേക്കുന്നതാണ്. കണ്ടോ? നമ്മളിത് മൊത്തം ഒന്ന് ശരിയാക്കി എടുക്കാൻ പോവാം. ഇത്രയുണ്ട്, ഇത്രയും മുരിങ്ങയില ശരിയാക്കി കേട്ടോ. ഇത്ര ഇലയായി, ഇത്രയുണ്ട്. ബാക്കി ഇനി ഇത്രയും കൂടി ഉണ്ട്. വേഗം ശരിയാക്കട്ടെ, പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. സക്സസ്ഫുള്ളി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇതുണ്ട്, നമ്മുടെ ഇല ഇത്ര ഉണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് പതി കറിയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യം ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. ഇത്രയും വെള്ളം വേണ്ട, ജസ്റ്റ് ചക്കക്കുരു ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മതി. അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കായി പോകും. കുറച്ചുകൂടി ചക്കക്കുരു എടുക്കാം ആവശ്യത്തിന്. ഇനി ഈ ബാക്കിയുള്ള ചക്കക്കുരു ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ട് വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. കുറച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടേക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങളുടെ ചക്കക്കുരുവിൻ്റെ വേവ് അനുസരിച്ച് വേണം നിങ്ങൾ സ്റ്റീം വർദ്ധിക്കാൻ. ഞാൻ ഒരു സ്റ്റീമേ വർദ്ധിക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ പിന്നെയും ചട്ടിയിലിട്ട് പിന്നെ ഇതൊന്ന് കുക്കാക്കുന്നില്ലേ. അപ്പോൾ ഒരു സ്റ്റീം വരുന്നവരെ ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും, ഇത് ഞാൻ നേരത്തെ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതായിരുന്നേ. എപ്പോഴും ചിരണ്ടാൻ മടിയായതുകൊണ്ട് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. നമ്മുടെ കറിക്ക് ആവശ്യമായി ഒരു കുറച്ച് തേങ്ങ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഇനി കുറച്ച് ജീരകം, സാധാരണ ജീരകമാണ്, വെള്ളം തിളപ്പിക്കുന്നത്. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ഇത് അരക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാം. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഒരു 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില. ഇന്നലത്തെ കാലം ചൂട് കുറഞ്ഞില്ലേ? എനിക്ക് നല്ല കുറവുണ്ടല്ലോ. മഞ്ഞൾപ്പൊടി, ഇന്നലെ എന്തായിരുന്നു?
2 കോവക്കയാണിത്. ഓവർ റൈപ്പായിട്ടുള്ള 2 കോവക്ക ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ കറിയായിട്ട് എടുക്കാം. നന്നായി ഇളക്കി ആവി കയറ്റിയെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം.